എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, നമ്മെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന വചനം, ഹി ഹൂ ഈസ് ടു കം വിൽ ഷുവർലി കം. വരുവാനുള്ളവൻ നിശ്ചയമായും വരും. ആമേൻ. സ്നേഹവാനായ പിതാവേ, അവിടുത്തെ പ്രിയമക്കളായ ഞങ്ങളെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാനും അവിടെ ഞങ്ങളെ ആകർഷിച്ച അവിടുത്തെ പ്രകാരങ്ങൾ കൂട്ടിവരുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവാൻ ദൈവമേ, ഈ തിരുവചനം ഞങ്ങൾക്കായി വിളമ്പിത്തരണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വരുവാനുള്ളവൻ നിശ്ചയമായും വരും. ഹി ഹൂ ഈസ് ടു കം വിൽ ഷുവർലി കം. പരിശുദ്ധാത്മാവ് ദൈവം എഴുതി തന്ന ഈ ബൈബിൾ വേദപുസ്തകം, തിരുവചനം പ്രതീക്ഷയുടെ പുസ്തകമാണ്, കാത്തിരിപ്പിൻ്റെ പുസ്തകമാണ്. ബൈബിളിലൂടെ മാത്രമേ നമുക്ക് യേശുവിൻ്റെ ശബ്ദം ശ്രവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ബൈബിളില്ലാതെ യേശു ഇല്ല. നമ്മുടെ കർത്താവ് എത്രയും വേഗം വരും. അതിനു മുൻപേ നാം ഒന്നും വിധിക്കരുത്. ഇനി രക്ഷയില്ലെന്നും പറയരുത്. നാം എത്ര നാൾ സഹിക്കണം? പലരും ചോദിക്കുകയാണ്, എത്ര നാൾ സഹിക്കണം? വചനത്തിലൂടെ കർത്താവിന് നമുക്ക് ഉത്തരം തരാൻ കഴിയും. ഒന്ന്, നമ്മുടെ കർത്താവ് വരുവോളം. കർത്താവിന് വേണ്ടി ധീരമായി പോരാടിയ പൗലോസ് അപ്പോസ്തലന് പല ന്യായവിസ്താരങ്ങളും നേരിടേണ്ടി വന്നു. വിശുദ്ധ പൗലോസിന്റെ നേരെ പല കുറ്റാരോപണങ്ങളും ഉണ്ടായി. എന്നാൽ പൗലോസിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എൻ്റെ കർത്താവ് വരും. അതിനാൽ പൗലോസ് കൊറിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ഇപ്രകാരമാണ്, 1 കൊരിന്ത്യർ 4:5. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തനും ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ച ഉണ്ടാകും. സ്തോത്രം. ഈ തിരുവചനം മറന്നുകൊണ്ട് ആത്മീയ ഗോളത്തിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തെറ്റാണ്, ഞങ്ങൾ ശരിയാണ്. ഒരുത്തൻ ദൈവത്തിൻ്റെ വചനത്തിലാണോ, പരിശുദ്ധാത്മാവിൻ്റെ ഡയറക്ഷനിലാണോ, ആത്മാ നിറവിലാണോ, അവൻ 100% ഷുവറാണ്. ഇഫ് യു റിമെയിൻ ഇൻ മൈ വേർഡ് യു ആർ റിയലി മൈ ഡിസൈപ്പിൾ. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. രണ്ടാമതായി നാം കാത്തിരിക്കേണ്ടത് ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24:49. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങണമെങ്കിൽ ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് തരുന്ന ശക്തി
ആ ശക്തിയില്ലാതെ സ്വന്തം മസിൽ പവറിൽ ദൈവത്തിൻ്റെ വചനം പ്രഘോഷണത്തിന് ഇറങ്ങിയാൽ എൻ്റെ സഹോദരി പിശാച് അടിച്ച് നിന്നെ ചുരുട്ടും. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ച ശിഷ്യന്മാർ യെരൂശലേമിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അവർ യഹൂദിയയിൽ എല്ലായിടത്തും പുറംജാതികളുടെ ഇടമായ ശമരിയായാലും ഭൂമിയുടെ അറ്റത്തോളം ഈവൻ കേരളത്തിൽ പോലും ദൈവത്തിൻ്റെ സാക്ഷികളായി അവർ വന്നു. നമ്മെ നാമായിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന്, പരിമിതികളിൽ നിന്ന് വിടുവിച്ച് വിശാലമായ ലോകത്തിലേക്ക് നയിച്ചു യേശുവിൻ്റെ സാക്ഷിയായി ദൈവം ഉയർത്തും നിശ്ചയമായി. ആയതിന് ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം കാത്തിരിക്കണം, ക്ഷമയോടെ കാത്തിരിക്കണം. വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, പുതിയതായി വരുന്നവൻ്റെ തലയിൽ ഉടനെ കൈവെക്കരുത്. ശരിക്കും ദൈവത്തിൻ്റെ കരത്തിൽ കീഴിൽ താണിരുന്ന് ആത്മനിറവോടുകൂടി വേണം ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ. മൂന്നാമതായി, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുവോളം കാത്തിരിക്കണം. അപ്പോൾ മൂന്നാമതായി നാം കാത്തിരിക്കേണ്ടത് ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുവോളം കാത്തിരിക്കണം. യെശയ്യാ 32:15 ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മളുടെ മേൽ പകരുവോളം തന്നെ. അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. ഇപ്പോൾ ജീവിതം ഒരു മരുഭൂമിയായിരിക്കാം. ഭവനങ്ങളിൽ മുള്ളും പറക്കാരെയും മുളച്ച് നിൽക്കുന്നുണ്ടാകാം. അവ നമ്മെ കുത്തി നോവിക്കുന്നുണ്ടാകാം. എന്നാൽ പഴി പറയാതെ ക്ഷമയോടെ വിശുദ്ധിയോടെ കാത്തിരുന്നാൽ ഉയരത്തിൽ നിന്ന് ദൈവം ആത്മാവിനെ പകർന്ന് ശക്തി തരും. അപ്പോൾ മുള്ളും പറക്കാരെയും ആത്മാവിൻ്റെ തീയിൽ വെന്തിരിയും. അവിടം സന്തോഷം നൽകുന്ന പൂങ്കാവനമാകും. ഹല്ലേലൂയ. ഈ കർത്താവിൻ്റെ കൂടെയുള്ള യാത്രയെന്ന് പറയുന്നത് ഐസ്ക്രീം തിന്നുന്ന യാത്രയല്ല, മുള്ളുകൾ നിറഞ്ഞ യാത്രയാണ്. അതിലൂടെ നടന്നു വരാനുള്ള കൃപ കർത്താവ് തന്നിരിക്കും. ഹല്ലേലൂയ. അയ്യോ മുള്ളാണേ, തീയാണേ, എന്തൊരു ചൂടാണേ. സ്തോത്രം. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് AC-യിലൂടെയുള്ള സഞ്ചാരമല്ല. സ്തോത്രം. നാലാമത്തെ കാത്തിരിപ്പ്, കൃപ ലഭിക്കുവോളം കാത്തിരിക്കണം. കൃപ ലഭിക്കുവോളം കാത്തിരിക്കണം. നമ്മൾ കണ്ടിട്ടുണ്ട് വേഴാമ്പൽ വെള്ളത്തിനായി കാത്തിരിക്കുന്നത്. അപ്രകാരം വേഴാമ്പൽ കാത്തിരിക്കുന്നത് പോലെ ഉയരത്തിൽ നിന്ന് കൃപയുടെ നീർച്ചാലുകൾ ഒഴുകി വരുന്നത് വരെ കാത്തിരിക്കുക. നിന്ദകളും പരിഹാസങ്ങളും ഉണ്ടാകുമെന്നേ. കുത്തുവാക്കുകൾ പറയാനായിട്ട് എല്ലാവരും ഇങ്ങനെ ശൂലമായിട്ട് നിൽക്കുക. അവഗണന ഉണ്ടാകും, പരിഹാസം ഉണ്ടാകും. ഇവയൊക്കെ നേരിടുമ്പോൾ അവയെല്ലാം സഹിച്ച് ലോകത്തെ ജയിച്ചവനായ യേശുക്രിസ്തുവിലേക്ക് കൃപ ലഭിക്കുവോളം നോക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. കർത്താവിൻ്റെ വചനം പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ അവൻ നടന്ന വഴിയെ നടക്കേണ്ടി വരും. സ്തോത്രം. ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ശ്രേഷ്ഠരാണെങ്കിലും ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ അത്ര ശ്രേഷ്ഠരല്ല. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നാം ഭോഷരായി തോന്നിയാലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം ശ്രേഷ്ഠരത്രേ. 123 സങ്കീർത്തനം 2 വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്, ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. വേറെ ആരെയും നോക്കരുത്. സ്തോത്രം. വഴിയരികൾ ഒത്തിരി പേര് അവിടെ അവിടെയൊക്കെ കയറി സ്റ്റാച്ചു ആയിട്ട് ഇരിപ്പുണ്ട്. അവരാരും നോക്കരുത്. ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തുവിലേക്ക് മാത്രമാണ് നോക്കേണ്ടത്. പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോകരുത്. കർത്താവ് വരുവോളം ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം കൃപ ലഭിക്കുവോളം കാത്തിരിക്കണം. കൃപയും ശക്തിയും ലഭിക്കുവാൻ ദൈവവചനമാകുന്ന വാൾ കരങ്ങളിൽ ഏന്തണം. ഹല്ലേലൂയ. കർത്താവിനെ അനുഗമിക്കാൻ, സ്തോത്രം, മനുഷ്യർ പഠിപ്പിച്ച വ്യർത്ഥമായ പാരമ്പര്യമല്ല വേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം, പരിശുദ്ധാത്മാവിൻ്റെ ഡയറക്ഷൻ. ദൈവാത്മാവ് എഴുതി തന്ന തിരുവചനമാണ്, ബൈബിളാണ്. അതാണ് നമ്മുടെ ആയുധം. നിരാശയുടെ കതിരുകൾ ജീവിതത്തിൽ നിന്നും മുറിച്ചു മാറ്റാം. ഭവനങ്ങളിലെ വേദന നൽകുന്ന മുള്ളുകളും പറക്കാരെയും തീജ്വാലയാകുന്ന വചനത്താൽ ഭസ്മീകരിക്കാം. പരിശുദ്ധാത്മാവാകുന്ന എണ്ണയാൽ നാം ആകുന്ന വിളക്കിനെ പ്രശോഭിതമാക്കി തണ്ടിന്മേൽ വച്ച വിളക്കായി മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു മുന്നോട്ട് പോകാം. യേശു വരുവോളം പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരിക്കാം. നമ്മുടെ പ്രാണപ്രിയൻ വരും, മധ്യാകാശത്തിൽ വരും, നമ്മെ ചേർക്കാൻ വരും. എണ്ണ കരുതി ഉറക്കം തൂങ്ങാതെ മണവാളിൻ്റെ വരവനായി കാത്തിരുന്ന വിശുദ്ധ കന്യകളെ പോലെ
ഉറങ്ങാതെ, മയങ്ങാതെ, ഉറക്കം തൂങ്ങാതെ, എണ്ണ തീർന്നു പോയെന്നുള്ള ബോധം നഷ്ടപ്പെട്ടു പോകാതെ കാത്തിരിക്കുക. മത്തായിയുടെ സുവിശേഷം 24:12-13. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ശക്തി നൽകുന്ന, പ്രത്യാശ നൽകുന്ന തിരുവചനമാണ് ഇത്. കർത്താവ് തന്നെ പറഞ്ഞ വചനമാണ്. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. അപ്രകാരം ഒരു ആനുകാലിക സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. മടുത്തു പോകാതെ, പുറകോട്ട് പോകാതെ, കലപ്പമേൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ, വിളിച്ചവനെ നോക്കി, അവങ്കലേക്ക് നോക്കി പ്രകാശിതരായി മുന്നോട്ട് സഞ്ചരിക്കാം. തീർച്ചയായും കർത്താവ് വരും. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോടെ അവിടുത്തെ വരവിനായി കാത്തിരിക്കുന്ന വിശുദ്ധരായി തന്നെ ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കണം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ഭൂമിയിലെ അവരുടെ ജീവിതം പ്രത്യാശ നിറഞ്ഞ ജീവിതമായി മാറട്ടെ. സകല രോഗങ്ങൾക്കും ഒരു വിടുതൽ അവിടുന്ന് കൊടുത്തിരിക്കുക. സ്തോത്രം. പ്രത്യാശയുള്ളവരായി, സന്തോഷമുള്ളവരായി മുന്നോട്ട് പോകുവാൻ യൗവനക്കാർക്ക് സ്തോത്രം, അവരൊരു പ്രചോദനമായി തീരുവാൻ സ്വർഗം അവരെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദാനമായി തന്ന തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്കൂളും കോളേജിലും പഠിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിയെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഈ കാലഘട്ടത്തിൻ്റെതായ സകല ദുഷ്ടശക്തിയിൽ നിന്ന് പടപുരുതി മുന്നോട്ട് പോകുവാനുള്ള സ്വർഗീയ ജ്ഞാനം മക്കളുടെ മേൽ പകരണമേ. കടന്നു വരുന്ന അവരുടെ പരീക്ഷകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭയം മാറട്ടെ. പ്രത്യാശയോടെ അവരുടെ മെമ്മറി പവർ, ചിലർക്ക് പഠിച്ചത് ഓർക്കുന്നില്ല, മറന്നുപോകുന്നെന്ന് പരാതിപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അധികാരത്തോടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ശാരീരിക അവസ്ഥ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. അവരുടെ മെമ്മറി പവർ ബൂസ്റ്റപ്പ് ആകട്ടെ. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി, പഠനത്തിനായി പോയിരിക്കുന്ന പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവേ, നിന്റെ പ്രത്യാശയുള്ള, നിന്റെ വരവിനായി കാത്തിരിക്കുന്ന വിശുദ്ധ മക്കളായി ജീവിക്കാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളിലെ പ്രസിഡന്റ്മാരെയും പ്രധാനമന്ത്രിമാരെയും മറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിക്കണമേ. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ടൊരു രാഷ്ട്രമായി മാറട്ടെ. ഇന്ത്യയെ അവകാശമായി ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്നെ അറിയുന്ന വിശുദ്ധ മക്കൾ വർദ്ധിച്ചു വരുന്ന ഒരു രാജ്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചൈനയുടെ വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് അണ്ടർവേൾഡിൽ കർത്താവേ, അവിടുത്തെ തിരുവചനവുമായി സഭയുമായി മുന്നോട്ട് പോകുന്ന വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അവിടെ പെരുകി വരുന്ന കർത്താവേ, സുവിശേഷ വേല ചെയ്യുന്നവരോടുള്ള അവരെ തേടിപ്പിടിച്ച് പീഡിപ്പിക്കുന്ന അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ ആ രാജ്യത്ത് നിന്ന് വിട്ടുമാറട്ടെ. അകാരണമായി സ്തോത്രം. കള്ളക്കേസ് കുടുക്കി ജയിലടക്കപ്പെട്ടിരിക്കുന്ന നിന്റെ വിശുദ്ധ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപ്പോസ്തലന്മാർക്ക് വേണ്ടി അവിടെ അത്ഭുതം പ്രവർത്തിച്ചതുപോലെ നിന്റെ മക്കൾ വിടുവിക്കപ്പെടട്ടെ. നൈജീരിയ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടെ പീഡനമേൽക്കുന്ന അനേക ക്രിസ്തീയ മക്കളുണ്ടല്ലോ, അവരെ എല്ലാ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അത്ഭുതത്തിൻ്റെ കരം ആ രാജ്യത്തിൻ്റെ മേൽ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഗൾഫ് രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉക്രൈനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. റഷ്യയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ മാവ് കുഴക്കുന്ന തൊട്ടിയെയും ഞങ്ങളുടെ വയലുകളെയും ഞങ്ങളുടെ ഓഫീസുകളെയും ഞങ്ങളുടെ തോട്ടങ്ങളെയും ഞങ്ങളുടെ ബിസിനസ്സിനെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ യാത്രകളെ എല്ലാം തിരുക്കരങ്ങളിൽ തരുന്ന കർത്താവേ, ഈ ദിവസങ്ങളിൽ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന സുവിശേഷ പ്രഘോഷണത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബൈബിൾ കൺവെൻഷനുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ തക്കവണ്ണം കൺവെൻഷനുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അതിനായി പ്രസംഗിക്കുവാനായി അവിടെ നിന്ന് എടുത്ത് ഉപയോഗിക്കുന്ന എല്ലാ ദാസന്മാരെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിന്റെ മക്കളായി ഞങ്ങൾക്ക് തരുന്ന എല്ലാ സ്വർഗീയ നന്മകൾക്കായും ഭൗതിക നന്മകൾക്കുമായി നന്ദി പറയുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. സ്തോത്രപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.
പോരെ കാന്തനാം എന്നേശുവേ. 1000 വാക്കുകൾ മിണ്ടിയാൽ പോരെ കാന്തനാം എന്നേശുവേ. ദിനം തോറും വേണമേ വരവോളം വേണമേ മാറനാഥ മാറനാഥ. ദിനം തോറും വേണമേ വരവോളം വേണമേ മാറനാഥ മാറനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ.